മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ ഒ പി ബഹിഷ്കരണത്തിൽ വലഞ്ഞ രോഗികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒപിയിൽ നീണ്ട ക്യൂ ആണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഒ പി ബഹിഷ്കരിക്കുന്നത്. കാഷ്വാലിറ്റി, ലേബർ റൂം, ICU തുടങ്ങിയ അടിയന്തര ചികിത്സകൾ മുടക്കമില്ലാതെ നടക്കും. YS അഭിനന്ദ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നു. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. എല്ലാ കാലവും ഈ പറയുന്ന ഡ്യൂട്ടി ബഹിഷ്കരണങ്ങൾ, OP ബഹിഷ്കരണങ്ങൾ ആത്യന്തികമായി വലയ്ക്കുന്നത് രോഗികളെയാണ്. ഇത്തവണയും മാറ്റമില്ല അല്ലേ? ഹാഷ്മി, പ്രവിത, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, KGM-CT ഡോക്ടർമാർ ഇപ്പോൾ OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. പ്രധാനമായും 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർമാർ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ സ്ഥിരം നിയമനം ഉറപ്പാക്കുക, ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കുടിശ്ശിക എത്രയും വേഗം നൽകുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ KGM-CT ഡോക്ടർമാർ സമരത്തിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് KGM-CT സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ചേർന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും എടുത്ത തീരുമാനമാണ് ഈ OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടികൾ. നേരത്തെ റിലേ OP ബഹിഷ്കരണം നടത്തിയിരുന്നു. ആ സമയത്ത് തന്നെ ഇപ്പോൾ ധാരാളം രോഗികൾ ഇവിടേക്ക് എത്തുകയാണ്. രാവിലെ മുതൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നീണ്ട ക്യൂ ആണ്. ഇത്തരത്തിൽ OP ബഹിഷ്കരണം ഉണ്ട് എന്ന് ഇവർ പിന്നീടാണ് അറിഞ്ഞത്. ഇപ്പൊ അവരോട് തന്നെ ചോദിക്കാം, ചേച്ചി ഇപ്പോഴാണോ അറിഞ്ഞത് സമരത്തിലേക്ക് പോകാൻ? അറിയില്ല, നമ്മളിപ്പോൾ നേരം അറിഞ്ഞത്. ഡോക്ടർമാരെ കാണാൻ പറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ടോ? അല്ല, അതൊന്നും നമുക്ക് അറിയില്ല. നമ്മളിവിടെ OP ടിക്കറ്റ് എടുക്കാൻ വന്നേ മാത്രമേ ഉള്ളൂ. എവിടുന്നാ വരുന്നേ? പെരുമണ്ണ. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നതല്ലേ ഈ സമരം ഉണ്ടെന്ന്? അറിയില്ലായിരുന്നു. ഈ ഡോക്ടറെ കാണാനാ വന്നേ? ആണ്. ഞങ്ങൾ താനൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ സമരമാണെന്നുള്ള അറിയണത്. എന്താ പറയാന്നറിയില്ല. ഓഫീസിട്ട് ഇപ്പൊ അവര് തരുവേ, ഏത് ഡോക്ടറെ കാട്ടാന്ന് അറിയില്ല. കിഡ്നീന്റെ ഒക്കെ പ്രശ്നമുള്ളതാണ്. അപ്പം ഇവിടെ തന്നെ കാട്ടണം. ഇവിടെ 18 വർഷമായിട്ട് കാട്ടാൻ തുടങ്ങിയതാണ്. ജൂനിയർ ഡോക്ടർമാരുണ്ടെന്ന് പറയുന്നു. അപ്പം അത് ഉറപ്പാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ OP ടിക്കറ്റ് എടുക്കുമ്പോ എന്തെങ്കിലും പറയായിരിക്കും. എവിടുന്നാ വരുന്നേ? ഞാൻ കൊക്കോ, മലപ്പുറം. അറിയില്ല, ഞാൻ കണ്ണിന് കാട്ടാൻ വേണ്ടി വന്നതാ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സജീവമായിട്ട് രോഗികൾ ഇപ്പോൾ ഇവിടെയുണ്ട്. രാവിലെ ഏതാണ്ട് 7 മണി മുതൽ തന്നെ നീണ്ട ക്യൂ ആയിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ധാരാളം ആളുകളും അറിയുന്നത് ഇന്ന് OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള സമരത്തിലേക്കാണ് ഡോക്ടർമാർ കടന്നിരിക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വ്യക്തമായിട്ടുള്ള നിലപാട്, താമരശ്ശേരി ഡോക്ടർ വെട്ടേറ്റ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് KGMOയെ പ്രതിഷേധത്തിലേക്ക് പോയ സമയത്ത് തന്നെ KGM-CT അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കണം, അവരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കുടിശ്ശിക എത്രയും പെട്ടെന്ന് നൽകണം, ഒപ്പം തന്നെ അവർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി ഉറപ്പാക്കണം എന്നുള്ള ആവശ്യപ്പെട്ടുള്ള സമരമാണ് ഇപ്പോൾ KGM-CTയുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ OP ബഹിഷ്കരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രോഗികൾ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ജൂനിയർ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് KGM-CT വ്യക്തമാക്കുന്നത്. അത്യാഹിതം, ഒപ്പം തന്നെ ശസ്ത്രക്രിയ, അങ്ങനെയുള്ള പ്രധാന അടിയന്തരമായിട്ടുള്ള സേവനങ്ങൾ ഉറപ്പാക്കുമെന്ന് KGM-CT വ്യക്തമാക്കുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ KGM-CT തുടർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അവസ്ഥയാണ് നിലവിൽ കണ്ടത്. കാശ്മീർ, പ്രവിത. ജഷിൻ ചെറുകര പറയും ഡോക്ടർമാർക്ക് എന്തുമാകാം എന്ന് പറയുകയാണ്. ഡോക്ടർമാർ എന്താണ് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്നൊന്നുമല്ല. പക്ഷേ പ്രശ്നം ഡോക്ടർമാർ സമരത്തിലേക്ക് പോയാൽ, ഡോക്ടർമാർ OP ബഹിഷ്കരിച്ചാൽ അത് ബാധിക്കുക മറ്റു തൊഴിൽ മേഖല പോലെയല്ല. അത് ബാധിക്കുക പാവം വെറും സാധാരണക്കാരായ സാധുക്കളായ രോഗികളെയാണ് അത് ബാധിക്കുക എന്നത് മാത്രമാണ് അതിലെ പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.